വീണ്ടും ആ ഒരു പോയിന്റിൽ നിന്ന് കണ്ടോ എവിടം വരെ പോയിട്ട് താഴേക്ക് വന്ന് ഈ ഒരു പോയിന്റ് വരെ പോയിട്ടാണ് താഴേക്ക് വന്നത്. ഇത് സ്റ്റോപ്പ് ലോസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സക്സസ് എന്ന് പറയുകയില്ല, പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു പോയിന്റ് വരെ ഏകദേശം 99 എവിടെ നിന്നാണ് 103 ചിലപ്പോൾ 99 വരെ പോയിട്ട് അതെന്ത് ചെയ്തു തിരിച്ചു വന്നു. മാർക്കറ്റ് എത്ര ഇതായിട്ട് ആ കൺസോൾട്ടേഷന്റെ സ്റ്റേജ് സൈഡ് വൈസ് ആയിട്ട് മൂവി നോക്കി. ഒരുപക്ഷെ നാളെ ക്ലോസിംഗ് ആണ്, നാളെ ക്ലോസിംഗ് ആയതുകൊണ്ടാണ് ആ ഒരു അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരേ സമയത്ത് ബയേഴ്സും ഒരേ സമയത്ത് സെല്ലേഴ്സും ഭയങ്കരമായിട്ട് പിടിമുറുക്കുന്നു. അതാണ് കൺസോൾട്ടേഷൻ. അവിടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സൈഡ് വൈസ് ആയിട്ടായിരിക്കും. അവിടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സൈഡ് വൈസ് ആണ്. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അക്കോർഡിംഗ് ടു നമ്മുടെ നമ്മൾ പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ, അതായത് മാർക്കറ്റില് 3 തരം മൂവ്മെന്റ്സ് ആണ്, ട്രെൻഡുകളാണ് ഉള്ളത്. അതില് ഡൗ ഡൗ ഹെൻറി ഡൗ ഡൗ തിയറി പറയുന്നത് 3 തരം ട്രെൻഡുകളാണ് ഉള്ളത്. ഒന്ന് ബുള്ളിഷ് ആണ്, അപ്വേർഡ് ട്രെൻഡ്. ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ അപ്വേർഡ് ട്രെൻഡ് എന്ന് പറയും. ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്വേർഡ് ട്രെൻഡ് എന്ന് പറയും. രണ്ടാമത്തത് ബിയറിഷ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു, ഡൗൺവേർഡ്സ് എന്ന് പറയും. മാർക്കറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, അത് സൈഡ് വൈസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് കൺസോൾട്ടേഷൻ എന്നാണ്. കൺസോൾട്ടേഷൻ എന്താണ്? ഈ ഡൗ തിയറിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബേസിക് ആയിട്ട് ഡൗ തിയറിയിൽ പറയുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഒരു മൊമെന്റിൽ നിന്ന് മറ്റൊരു മൊമെന്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റ് ഒരു മൊമെന്റിൽ നിന്ന് മറ്റൊരു മൊമെന്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയമാണല്ലോ, മാർക്കറ്റ് ഷിഫ്റ്റ് ആവുന്ന ഒരു സമയമാണല്ലോ. ഇപ്പൊ ഇവിടെയൊക്കെ പെട്ടെന്ന് അതാണ് വോളട്ടൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കറ്റ് അതിന്റെ കൺഫർമേഷൻസ്, ചില സൂചനകൾ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റ് അത് ചില സൂചനകൾ കൊടുക്കും. ആ സൂചനകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷിൽ നിന്ന് ബിയറിഷിലേക്ക് ആവുമ്പോഴോ, ബിയറിഷിൽ നിന്ന് തിരിച്ച് അത് ബുള്ളിഷിലേക്ക് ആവുമ്പോഴോ, അല്ലെങ്കിൽ ബിയറിഷിന് സൈഡ് വൈസോ ബുള്ളിഷ് സൈഡ് വൈസ് ഒക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ സൈഡ് വൈസിൽ നിന്ന് ബുള്ളിഷോ ബിയറിഷോ ഒക്കെ ആവുമ്പോൾ മാർക്കറ്റ് ചില സൂചനകൾ ട്രേഡേഴ്സിന് കൊടുക്കും. ചില സൂചന, ചില ഇൻഡിക്കേഷൻസ് കൊടുക്കും. എന്താണ് ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാല്, ആ ഇൻഡിക്കേഷൻസ്, അതായത് മാർക്കറ്റ് ഒരു കൺഫർമേഷൻ കൊടുക്കും എന്നതിനാണ് ശരിക്കും ഞാൻ ഡൗ തിയറി പറയുന്നത്. മാർക്കറ്റ് ഇൻഡിക്കേഷൻ കൊടുക്കും. ആ ഇൻഡിക്കേഷൻ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഇൻഡിക്കേഷൻസ് കണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഒരു പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിൽ കാണുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ട്. ആ വേർഡ് നിങ്ങൾ മനസ്സിലാക്കും. അതായത് ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നമ്മുടെ കോഴ്സ് പ്രോഗ്രാമിൽ അവൈലബിൾ ആട്ടോ. edu.selenc എന്ന കോഴ്സ് പ്രോഗ്രാമിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോ ഇവിടെ ഞാൻ അതിന്റെ ലിങ്ക് കൂടി ഇവിടെ കൊടുക്കാട്ടെ, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കി ഞാൻ അറിയാൻ പറ്റും. ഈ കോഴ്സ് പ്രോഗ്രാമിൽ എങ്ങനെ എ ടൂൾസ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡിക്ഷൻസ് എടുത്ത് അത് ജനറേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക്, അല്ലെങ്കിൽ 9th ഫിസിക്സ് 8th ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും.
ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിനെ തടസ്സപ്പെടുത്തുന്നു, ഒരു ഫ്ലോയിനെ തടസ്സപ്പെടുന്നു, ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു, ഒരു മേലിലേക്കുള്ള. അപ്പൊ നമ്മുടെ ട്രേഡ്, നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിലേക്ക് വന്നാൽ, നമ്മുടെ ഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ മുകളിലേക്കുള്ള പോക്കിനെ അത് തടസ്സപ്പെടുത്തുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അത് സംഭവിക്കുന്നത്. ഒന്ന്, ആ തടസ്സത്തെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ പുഴ ഒഴുകി പോകുന്ന ഒരു തടസ്സം മുമ്പിലുണ്ട്, അതിനെ തടസ്സത്തെ മാറ്റി കഴിഞ്ഞാൽ അതിന് സ്പീഡിലേക്കായിട്ട് ഒഴുകിപ്പോകും. അപ്പൊ ഇവിടെ ആ തടസ്സം കൊണ്ട് തടസ്സം മാറ്റി കഴിഞ്ഞാൽ അത് മേലിലേക്ക് കുതിച്ചു പോകും. അതൊരു മൂവ്മെന്റ് ആണ്. രണ്ട്, അവിടെ ടച്ച് ചെയ്ത് താഴേക്ക് വരാനുള്ള സാധ്യത, ഒരു പ്രോപ്പർ റിസൾട്ട് ടച്ച് ചെയ്ത് താഴേക്ക് വരാനുള്ള. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ ഇതൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നു താഴേക്ക്, വീണ്ടും അത് വന്നു താഴേക്ക്, വീണ്ടും വന്ന് താഴേക്ക്. അപ്പൊ ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് പിന്നെ താഴേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സപ്പോർട്ട്, ഇതൊന്നും ബേസിക്കലി നമുക്ക് ഒരുപാട് പേര് പറഞ്ഞു തരും. ഇതൊക്കെ വലിയ വലിയ കോഴ്സുകൾക്കൊക്കെ പോയി കുറച്ച് സമയമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താണ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകില്ല. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഒരിക്കലും താഴേക്ക് പോകില്ല. ഈ ഒരു പോയിന്റ് നമുക്ക് സപ്പോർട്ടായിട്ട് എടുത്താൽ, ഈ ഒരു പോയിന്റ് നമുക്ക് സപ്പോർട്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഞാൻ ഇത് ഈ പറയുന്ന ലൈവായിട്ട് ബന്ധമല്ല. ഇതിപ്പോ ഈ ഒരു പോയിന്റ് നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന പറയും, ഈ ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് നമുക്ക് റിസൾട്ട്സ് ആക്ട് ചെയ്താലും പറയും. ജസ്റ്റ് നിങ്ങൾ സങ്കല്പിച്ചു നോക്കാം, നിങ്ങൾക്ക് ആ കോഴ്സ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റും ഒരു റെസിസ്റ്റൻസ് പോയിന്റും നമുക്ക് കാണാം, അല്ലെ? ഒരു സപ്പോർട്ട് പോയിന്റും ഒരു റെസിസ്റ്റൻസ് പോയിന്റും നമുക്ക് കാണാം. എന്താ സപ്പോർട്ട് പോയിന്റ്, എന്താ റെസിസ്റ്റൻസ് പോയിന്റ്? ഇവിടെ നമ്മൾ പ്രഡിക്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സെലൻസിന്റെ നമ്മളിപ്പോ പുതുതായിട്ട് വന്നുകൊണ്ട് പറയുകയാണ്. ഇവിടെ നമ്മുടെ സെലൻസ് പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, selensPredictions.com പോയിട്ട് നമ്മൾ അവിടെ ഇൻപുട്ട് കൊടുത്ത് നമ്മളിവിടെ പ്രഡിക്ഷൻ ജനറേറ്റ് ചെയ്തു. ആ പ്രഡിക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ആ പേസ്റ്റ് ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തു. യെസ്, നമ്മുടെ രണ്ടാമത്തെ പ്രഡിക്ഷൻ കൂടി ഇതേ സക്സസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. സെക്കൻഡ് പ്രഡിക്ഷൻ, ഇന്നത്തെ സെക്കൻഡ് പ്രഡിക്ഷൻ നമ്മുടെ ലൈവ് കാണുന്ന ഈച്ച് ആൻഡ് എവരി വൺ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ. അപ്പൊ ആ പ്രഡിക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്ത്, നമ്മൾ എത്ര സമയമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? നമ്മൾ ഈ ഒരു പോയിന്റ് മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം 9:57 വരെ നമ്മൾ മുതൽ വെയിറ്റ് ചെയ്യുന്നു. അവിടെ മാർക്കറ്റ് ടച്ച് താഴേക്ക് വരും. ഒരിക്കൽ പോലും എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു, ഒരിക്കൽ പോലും സ്റ്റോക്ക് ടച്ച് ചെയ്തില്ല. യെസ് 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 നമ്മുടെ 10 പോയിന്റ്, നമ്മുടെ രണ്ടാമത്തെ പ്രഡിക്ഷൻ ഭംഗിയായിട്ട് സക്സസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട്. നമ്മുടെ സെക്കൻഡ് പ്രഡിക്ഷൻ ഇവിടെ സിമ്പിൾ ആയിട്ട് യു ക്യാൻ ജനറേറ്റ് യുവർ ഓൺ പ്രഡിക്ഷൻ വിത്ത് അവർ AI പ്ലാറ്റ്ഫോം. This is simply you can generate the prediction. First 10 predictions is almost free. There is no cost for first 10 prediction. First you try on paper trade, then first 5 trade you try on paper trade, then second 5 trade you try on original trade. Yeah. This is Salem's predictions. These predictions is a result of prediction generated by SalemsPredictions.com. Just give the input. This is the world first prediction generating platform. This is world first prediction generating platform. This is prediction generating platform. You just heard about the word prediction generating platform. So many predictions are available for you. YouTube live tips, YouTube Telegram bots, Telegram tip, a tip from other trading markets, other stockbrokers. But here, with the help of AI tool, the Salem's predictions is a proper AI tool. You can generate the prediction. Here you can generate the prediction. This is a pure algorithm. This is pure algorithm. We challenge. We challenge 100%. We challenge everyone. This is a pure algorithm. Yeah, our prediction becomes success. Very, 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 very thank you. Very, very happy. I'm very, very happy. Actually, I'm very, very happy to see this prediction become success. Check. This is our predictions. This is our prediction. Actually, this is our success. Team, this is our success. We generate the prediction on live